യേശുവിനായി കാത്തുനിൽക്കുന്നവർ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. യേശു വീണ്ടും വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാനാണ്. യേശു ഒരിക്കൽ മനുഷ്യരുടെ പാപങ്ങൾക്കായി മരിപ്പാൻ ഈ ഭൂമിയിൽ വന്നു. യേശു സർവ്വലോകത്തിനും വേണ്ടി മരിച്ചു എങ്കിലും വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് പാപക്ഷമ ലഭിക്കുന്നത്. തനിക്കായി കാത്തു നിൽക്കുക എന്നത് തൻ്റെ പ്രത്യക്ഷതയ്ക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതലുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയായ്ക കൊണ്ട് നാം ഉണർന്നിരിക്കണം. കൂടാതെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ എന്നും കാണുന്നു. അതിനാൽ കാത്തിരിപ്പ് എന്നത് നിസ്സാര കാര്യമല്ല. നാം ദൈവഭക്തിയോടെ കാത്തിരിക്കണം എന്ന് വചനം പറയുന്നു. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നാം കാത്തിരിക്കണം എന്ന് കാണുന്നു. പാപിയായ മനുഷ്യൻ ദൈവസാന്നിധ്യത്തിലേക്ക് അടുത്തുകൂടാതെ വണ്ണം ദൈവത്തിൻ്റെ അതിപരിശുദ്ധി തടസ്സമായി നിന്നിരുന്നു. മഹാപാപ പരിഹാര ദിവസത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ പ്രവേശിക്കുമ്പോൾ പുറത്ത് ദൈവജനം തൻ്റെ വരവിനായി കാത്തിരിക്കും. അവരിൽ ചെറിയ ഒരു പാപമുണ്ടെങ്കിൽ പോലും അവിടെ മരണം സംഭവിക്കുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥമായി അതിപരിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലേക്ക് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് പ്രവേശിച്ചു. ഭൂമിയിൽ തൻ്റെ ജനം തനിക്കായി കാത്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിൻ്റെ ഇടയ്ക്കുള്ള കാലം ഒരു മഹാപാപ പരിഹാര ദിവസം പോലെയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്ന് കാണുന്നു. ലോകത്തിൽ ശ്രദ്ധ ചിതറിപ്പോകാതെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കാം.